വലിയൊരു അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മ മാതാവ് വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. അവിടുന്ന് ഞാൻ അത്ഭുതമായി രക്ഷപ്പെട്ടു. എൻ്റെ പേര് ബിനോയ് അഗസ്റ്റിൻ, വട്ടക്കാവുങ്കൽ, ഇടുക്കി രൂപത, മങ്കുവ ഇടവക ആണ്. ഞാൻ 2024 ജനുവരി മാസം 1-ാം തീയതി എൻ്റെ റേഡിയേഷൻ രാജഗിരി ആശുപത്രിയിൽ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ രാജഗിരി ആശുപത്രിയിൽ അവിടുത്തെ താമസിച്ച റൂമിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 5:30 മുമ്പായി എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥനകൾ ചെല്ലുകയും അതിനുശേഷം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരിച്ചു വന്ന് 10 മണിയോടുകൂടി രാജഗിരി ആശുപത്രിയുടെ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സമയമാകുമ്പോൾ 1 മണിയാകുമ്പം 1:30 റേഡിയേഷന് പോകും. റേഡിയേഷൻ കഴിഞ്ഞ് വീണ്ടും വരും. വന്നു കഴിഞ്ഞ് വീണ്ടും ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കും. ദിവസവും രാവിലെ ഉടമ്പടി തൈലം റേഡിയേഷൻ വരുന്ന ഭാഗങ്ങളിൽ പരട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ച് ആണ് പോയിക്കൊണ്ടിരുന്നത്. ചാപ്പലിലിരുന്ന് ഞാനവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വരുന്നിരിക്കുന്ന രോഗികളായിട്ടുള്ളവരും രോഗികളുടെ കൂട്ടിരിപ്പാരായിട്ട് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അടുത്ത് ചെന്നിരുന്ന് അവരോട് ചോദിക്കുകയും അവർക്ക് അവിടെ ഇരിക്കുന്ന ചിലപ്പോൾ ചില പഴയ മാസത്തെയാണെങ്കിൽ പോലും അവിടെ ഇരുന്നത്രയും പത്രം ഞാനെടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യും. 40 റേഡിയേഷൻ എന്നെ എടുത്തതാണ്. ഈ 40 റേഡിയേഷൻ എടുക്കുമ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല ആരോഗ്യവും നല്ല ശക്തിയും ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും ശക്തിയാണ്. മാത്രമല്ല ചാപ്പലിലെ നിത്യാരാധന ചാപ്പലിൽ അവിടെ ഇരുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് റേഡിയേഷനെങ്കിലും ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് 90 കിലോമീറ്റർ ദൂരം റേഡിയേഷൻ കഴിഞ്ഞ് കുറച്ച് നേരം ചാപ്പലിൽ പ്രാർത്ഥിച്ചിട്ട് 90 കിലോമീറ്റർ ദൂരം തന്നെത്താൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. എനിക്ക് ബൈസ്റ്റാൻഡർ ഇല്ലാതെയാണ് 40 റേഡിയേഷൻ എടുത്തത്. ഈ റേഡിയേഷൻ ഒരു പ്രത്യേകതയുണ്ട്. റേഡിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഛർദി, ഒഴിച്ചിൽ അങ്ങനെയുള്ള ചില അസുഖങ്ങൾ വരും. അത് ഒട്ടും എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നതാണ്. അവസാനം ഡോക്ടർ എന്നോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു റേഡിയേഷൻ എടുത്തപ്പോൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രത്യേക ഒരു മാറ്റം എന്നെ കണ്ടതുകൊണ്ടാണ് ഡോക്ടർ എന്നോട് എടുത്തു ചോദിച്ചത്. കാരണം നേഴ്സുമാർ എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് റേഡിയേഷൻ എടുത്തതിൽ ചേട്ടന് മാത്രം എന്തൊക്കെയോ പ്രത്യേകത കാണുന്നുണ്ട്, ചേട്ടൻ വളരെ ഹാപ്പിയാണ്, ചേട്ടൻ ഒരു ക്ഷീണവും കാണുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ ഉടമ്പടി നിൽക്കുന്നതാണ്, ഞാൻ ചാപ്പലിൽ പ്രാർത്ഥിക്കുകയാണ് ഇത്രയും സമയവും, 5:30-6 മണിയായിട്ടേ ഞാൻ ഇറങ്ങിപ്പോവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു സത്യം പറയാം, എനിക്ക് ബൈസ്റ്റാൻഡർ ഇല്ലാതെയാണ് ഞാൻ ഈ 40 റേഡിയേഷൻ പൂർത്തിയാക്കിയത്. വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ഞാൻ വണ്ടി ഓടിച്ചെൻ്റെ വീട്ടിലേക്ക് തന്നെത്താൻ പോകുമായിരുന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ വലിയൊരു അത്ഭുതകരമാണല്ലോ എന്ന് പറഞ്ഞു. എന്നോട് അത് കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞ് വീണ്ടും ഓങ്കോളജി ഡോക്ടറെ കണ്ടു അന്ന് തന്നെ. അപ്പോൾ ഡോക്ടർ എൻ്റെ റേഡിയേഷൻ വിജയകരമാണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് കീമോതെറാപ്പിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു വിട്ടു. അതിനുശേഷം എനിക്കിനി അടുത്ത ഉടമ്പടി നിയോഗം പറയാം. ഞാനൊരു മാരുതി സർവീസ് സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ഞാൻ ഉടമ്പടി അത് വിൽക്കുകയും ചെയ്തു. അത് ഞാൻ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അമ്മ മാതാവ് എനിക്ക് അത്ഭുതകരമായിട്ട് അത് വിറ്റ് തന്നു. പിന്നീട് ഞാൻ കാനഡയിൽ, എൻ്റെ 2 മക്കളെ കാനഡയിൽ പഠിക്കുകയാണ്. കാനഡയ്ക്ക് വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നത് ആ വിസ ഇന്ത്യ കാനഡ ആ പ്രശ്ന സമയത്ത് എനിക്ക് 10 വർഷത്തേക്ക് വിസ അനുവദിച്ച് കിട്ടി. പിന്നെ 3ാമത് ആയിട്ട് എനിക്ക് ഉടമ്പടി വയ്ക്കാത്ത നിയോഗങ്ങൾ ഒത്തിരി എനിക്ക് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ കൂടെ കൃഷിപ്പണിയിൽ ഒരു വലിയ മുരിക്ക് 10-35 വർഷമായ ഒരു മുരിക്ക് കയറിട്ട് കെട്ടി വലിച്ച് ചാടിക്കുമ്പോൾ അത് വെട്ടിക്കൊണ്ടിരുന്ന മനുഷ്യൻ അവിടെ തെറ്റി വീഴുകയും അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് മരം വീഴുകയും അയാൾ ഒരു അലർജി കിട്ടു. ഞങ്ങൾ ചെന്നിട്ട് പിടിച്ചിട്ട് പോകില്ല. പിന്നെ ആളുകളെ കൂട്ടി പൊക്കി അദ്ദേഹത്തിന്, ഞാൻ ഓർത്ത് അദ്ദേഹം മരിച്ചുപോയി, അല്ലെങ്കിൽ കൈ തടിയുടെ അപ്പുറത്ത് കിടന്ന് അദ്ദേഹത്തെ പിടിച്ചെഴുന്നേപ്പിച്ച് എൻ്റെ കഴുത്തെ കിടന്ന ഉടമ്പടി ലോക്കറ്റ് കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ അദ്ദേഹത്തെ രക്ഷിക്കണേ, കുടുംബം പറ്റാൻ വേണ്ടി പണിയാൻ വന്നേക്കും, എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാനും പണിയാൻ വിട്ടതാണല്ലോ, രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത ആശുപത്രി കൊണ്ടുപോയി തിരിച്ചും മറിച്ചും എല്ലാം കിടത്തി എക്സ്റേ എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹം പണിയാനിറങ്ങിയ വലിയൊരു അത്ഭുതം അമ്മ മാതാവ് എൻ്റെ ദൃഷ്ടിയിൽ കാണിച്ചു തന്നു. പിന്നീട് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൽ കിടന്ന ഒരു മാരുതി കാറ് സന്ധ്യാസമയത്ത് ഒരു മെക്കാനിക്ക് ഗ്യാസ് വെൽഡിങ് ചെയ്യുകയാണ്. ഗ്യാസ് വെൽഡിങ്ങിന് തീ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുമ്പോൾ പെട്രോളിൻ്റെ അടിയിൽ തീ പിടിക്കുകയും ഭയങ്കര ആളിച്ച ഉണ്ടാകുകയും ചെയ്തു. ഞങ്ങളാരും അവിടെ സ്ഥലത്തിലായിരുന്നു. പക്ഷേ മറുവശത്തുണ്ടായിരുന്ന മിൽമേലെ ആളുകളിലെ ബക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നുണ്ട്. ആ വെള്ളം ഒഴിക്കുകയും അദ്ദേഹത്തിന് പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു. തൊട്ടടുത്ത് ഗ്യാസ് ഓക്സിജൻ സിലിണ്ടറായിരുന്നു. അതിൽ പൊട്ടിത്തെറിച്ച് ആ വർക്ക്ഷോപ്പ് മുഴുവൻ കത്തിപ്പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി അത്ഭുതങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ ബാംഗ്ലൂരിൽ VFSൽ വിസ ഇതുകൂടെ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ ഇത്തിരി പ്രയാസമുണ്ടായിരുന്നു. റേഡിയേഷൻ കുത്തിയിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പ്രയാസമുണ്ടായിരുന്നു.
പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ക്രിസ്മസ് സമയമാണ്, ടിക്കറ്റ് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല. അങ്ങോട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. സമയം വന്നപ്പോൾ ട്രെയിൻ ടിക്കറ്റിൻ്റെ VFSൻ്റെ ടൈം മാറിപ്പോയി. ട്രെയിൻ ടിക്കറ്റും ഇല്ല, വിമാന ടിക്കറ്റും ഇല്ല. മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്ലെയിൻ ടിക്കറ്റ് കുറഞ്ഞ റേറ്റിൽ കിട്ടുകയും ബാംഗ്ലൂർ ചെന്നിറങ്ങുകയും റിട്ടേൺ പോരാൻ നേരത്ത് വീണ്ടും പരീക്ഷണഘട്ടം വരികയാണ്. ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിരുന്ന ബസ് കിട്ടാതെ വന്നു. ബസ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ അമ്മമാതാവിനോട് തുടർച്ചയായിട്ട് വണ്ടി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോൺ വരുവാണ്, ബസ്സില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്നൊരു എൻ്റെ മകൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ പയ്യൻ എന്നോട് പറഞ്ഞു. ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അവൻ പറഞ്ഞു, ചേട്ടാ ബസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് ബസ്സായിട്ടുണ്ടോയെന്ന്. എനിക്ക് അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് സ്ലീപ്പർ കോച്ച് ബസ് ഒരുക്കി തന്നു. അപ്പോൾ എനിക്ക് കുത്തിയിരിക്കേണ്ട, കിടന്ന് സുഖകരമായിട്ട് രാത്രി മുഴുവൻ ഉറങ്ങി സുഖമായിട്ട് വീട്ടിൽ വന്ന് എത്താൻ സാധിച്ചു. പിന്നീട് എനിക്ക് നടന്നേക്കുന്ന അത്ഭുതങ്ങൾ, ഞാൻ ഈ അടുത്ത ദിവസം ഈ കൃപാസനത്തിൽ വരുമ്പോൾ ഞാനൊരു ഹിന്ദിക്കാരന് ഒരു കരിമ്പ് ജ്യൂസ് വിൽക്കുന്നതിൻ്റെ അടുത്ത് ഒരു 30 രൂപയുടെ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരാൾക്ക് 2600 രൂപ ഇട്ടത് മാറി തെറ്റിപ്പോയി, അതാ ഹിന്ദിക്കാരൻ്റെ പോയി. അപ്പോൾ ആ പൈസ കിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ ഇതേ കൃപാസന മാതാവിൻ്റെ ഫ്രണ്ടിൽ വന്ന് വെച്ച് ഞാൻ, അമ്മ മാതാവ് എൻ്റെ പൈസ പോയല്ലോ എന്ന് അന്നേരം പറഞ്ഞു. അത് ഞാൻ അവിടെ ഒരാളെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം സ്കൂൾ ജോലിക്കാരനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മിക്കവാറും പൈസ കിട്ടില്ല, ഹിന്ദിക്കാരനെ അവരുടെ മുതലാളിക്ക് പോകുമെന്ന് പറഞ്ഞു. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. 10 മണിയായപ്പം ഹിന്ദിക്കാരനെ കണ്ടില്ല. രണ്ടാമത് വീണ്ടും അദ്ദേഹം 11 മണിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ചെന്ന് ഹിന്ദിക്കാരൻ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ബാഡ്ജ് കിടന്നുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് എനിക്ക് ആ പൈസ, ഈ കൃപാസനം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആ പൈസ റിട്ടേൺ കിട്ടി. പിന്നീട് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ബാക്കി കുറേ കാര്യങ്ങൾ ഭാര്യ പറയും. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം എല്ലാ മാസവും ഇവിടെ വരാൻ സാധിച്ചില്ലേ, വരുന്നവരെ കൊണ്ട് ഞാൻ 6-8 പത്രം മേടിക്കും. ഈ പത്രം അടിമാലി, മുരിക്കാശ്ശേരി, ചെറുതോണി, കട്ടപ്പന എന്നീ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ പോയി ബസ്സുകളിൽ കയറി യാത്രക്കാരോട് ഇതുപോലെ ഇരുന്ന് വിവരങ്ങൾ പറഞ്ഞ് എൻ്റെ രോഗസൗഖ്യം പറഞ്ഞ് പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. അവസാനമായിട്ട് പത്രം വിതരണം ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ ഇങ്ങനെ കൊടുക്കും. എല്ലാ മാസവും എവിടെയെങ്കിലും ഇരുന്ന് പത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ വിതരണം ചെയ്യും. കള്ള് ഷാപ്പിൽ ചെന്നിരുന്ന് പറഞ്ഞാൽ പത്രവിതരണം ഞാൻ നടത്തിയിട്ടുണ്ട്. മുരിക്കാശ്ശേരി, ചിന്നാറ് 2 കള്ള് ഷാപ്പുകളിൽ കയറുന്നുണ്ട്. കള്ള് ഷാപ്പിൽ പത്രവിതരണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പലവിധ പ്രശ്നങ്ങളായിട്ട് വന്ന് മദ്യപിക്കുന്നവരുണ്ട്. ചിലർ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പോകും. ചിലരെന്നോട് പറയും ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞ് നല്ല പ്രശ്നക്കാരായ ആളുകൾ വരെ പത്രങ്ങൾ എന്നോട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്നെ അറിയുന്നവർക്ക്, എൻ്റെ സൗഖ്യം അറിയാവുന്നവരും സൗഖ്യം കിട്ടിയിട്ടുള്ള എൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ പത്രം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ആരൊക്കെ ഏതൊക്കെ സഹായം വേണോ അതെല്ലാം ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലും കാരുണ്യ പ്രവർത്തികളിൽ കൂടുതലും പ്രവർത്തിക്കുന്ന ഭാര്യയാണ്. അവൾക്ക് കുറച്ച് കാര്യങ്ങൾ, അവളും എൻ്റെ കൂടെ ഉടമ്പടിയിൽ പിന്നീട് വന്ന് ചേർന്നതാണ്. അവൾക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. 2019 ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്. 2021 വന്ന് സാക്ഷ്യം പറഞ്ഞ് അതിനുശേഷം ഉടമ്പടിയിൽ നിന്ന് ഞാൻ ഇച്ചിരി മാറി നിന്നു. 2023 എൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ചേട്ടൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2024 ചേട്ടന് ക്യാൻസർ സ്ഥിരീകരിച്ച് കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി ചേട്ടൻ എടുത്തതിൻ്റെ കൂട്ടത്തിൽ പുതിയ ഉടമ്പടി എടുത്തു. അങ്ങനെ എൻ്റെ ഉടമ്പടി, ഞാനിപ്പം ഉടമ്പടി ജീവിതത്തിലാണ്. എൻ്റെ ഒന്നാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കാനുള്ള നടപടി ഉണ്ടാകാനും ജോസഫ് അച്ഛന് നല്ല ആരോഗ്യവും ദീർഘായുസ്സും കിട്ടാനാണ്. എൻ്റെ രണ്ടാമത്തെ നിയോഗം വെച്ചത് ദൈവസ്നേഹത്തോടെ എന്നെ വളർത്തണം, പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണം എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ സമയത്തും എല്ലാം എനിക്ക് എൻ്റെ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴൊക്കെ ആത്മീയമായ നല്ല ഉണർവുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എനിക്ക് ഉണ്ടാകാറുണ്ട്. ജപമാല ചെല്ലുമ്പോൾ ഓരോ രഹസ്യം ചെല്ലുമ്പം അതിൻ്റെ അർത്ഥം അറിഞ്ഞ് എനിക്ക് ചെല്ലാൻ പറ്റുന്നുണ്ട്. ഉടമ്പടി എടുത്ത അന്ന് മുതൽ മുട്ടയിൽ നിന്നാണ് ഞാൻ ജപമാല ചെല്ലുന്നത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആത്മീയമായി എന്നെ വളർത്താൻ സാധിച്ചു. സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കണം വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതിനുള്ള കൃപയും അതിനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തമ്പുരാൻ തരുന്നുണ്ട്. ഈശോയോട് ഒന്നിച്ചായി പോകാനുള്ളൊരു കൃപ എനിക്ക് തരുന്നുണ്ട്. ഞാൻ മൂന്നാമതായിട്ട് നിയോഗം വെച്ചിരുന്നത് എൻ്റെ മകൻ കാനഡയിലാണ്. അവന് മൈഗ്രെയിൻ തലവേദന വരികയായിരുന്നു. ഇപ്പം 4ാമത്തെ വർഷം നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പം ഞാനിവിടെ അവൻ്റെ ഫോട്ടോയും കൊണ്ട് വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കയ്യിൽ അവൻ്റെ ഫോട്ടോ കൊടുത്തു.
എന്നിട്ട് അച്ഛൻ ഈശോയുടെയും മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് സൈത്ത് പൂശാതെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൻ ആ തലവേദന ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ അവന് ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവുകയും കണ്ണിൽ ഇരുട്ട് കയറുകയും ചെയ്യുമായിരുന്നു. അതിന് നല്ല കുറവും വന്നിട്ടുണ്ട്. അത് ഞാൻ ജപമാല റാലി പങ്കെടുത്തപ്പം പ്രാർത്ഥിച്ച് അത് കുറഞ്ഞതാണ്. അതുപോലെ തന്നെ എൻ്റെ കാനഡയിലാണ് ഇളയ മോള് നേഴ്സിംഗ് പഠിക്കുന്നത്. അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കൂട്ടുകാർ 5 പേരാണ് അവർ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടുന്ന് വളരെയധികം പ്രയാസപ്പെട്ട് അവിടെ വിട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഇച്ചിരി കൂടുതലായി. അപ്പോൾ എനിക്ക് ഇവിടെ മാനസികമായ വേദന, പരീക്ഷയ്ക്കെല്ലാം തോറ്റുപോയി പരാജയപ്പെട്ട് തിരിച്ചു വരേണ്ടി വരുമോ എന്നോർത്ത് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശ് രൂപവും ഒരു 5 പേരുടെയും കൂടെ ഫോട്ടോ എടുത്ത് ഞാനിങ്ങനെ വെച്ചിട്ട്, മാതാവേ ഈ മക്കൾക്ക് നല്ല രീതിയിൽ ഇവരെ പിരിച്ച് മാറ്റി ഇവരെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ പെട്ട് പരാജയം വരാൻ അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ മക്കൾ എല്ലാവരും തന്നെ 2 പേരൊഴികെ ബാക്കി എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് മാറുകയും എൻ്റെ മകൾ പഠനത്തിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൾക്ക് 2 വർഷം വളരെയധികം പ്രയാസമാണ് കാനഡയിൽ ഡിഗ്രി നേഴ്സിംഗ് ചെയ്യിക്കണമെങ്കിൽ. ആ മോള് വളരെയധികം മാതാവിൻ്റെ കൃപയാൽ ഞാനിവിടുന്ന് ഒരു ഉടമ്പടി ഞാനിവിടുന്ന് ഒരു കാശ് രൂപം അവൾക്ക് കാനഡയ്ക്ക് അയച്ചു കൊടുത്തു. ആ കാശ് രൂപം കൊന്തയും കൈ പിടിച്ചുകൊണ്ടാണ് മെഡ് മൈക്രോ എന്ന് പറഞ്ഞൊരു വിഷയം 100 പേരെ എഴുതി 20 പേര് പോലും ജയിക്കുകയില്ലാത്തൊരു വിഷയമായിരുന്നു. അതെൻ്റെ ഉടമ്പടി നിയോഗമായിരുന്നു. അവൾ ആ ഉടമ്പടി കാശ് രൂപം പിടിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതി. മാതാവ് അവളെ ജയിപ്പിച്ച് സെക്കൻഡ് ഇയറിലോട്ട് വിജയം നൽകി അവളെ അനുഗ്രഹിച്ചു. 3-ാമതെൻ്റെ നിയോഗം അങ്ങനെ മാതാവ് എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചു. ഇനി ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗം, ഞാൻ കഴിഞ്ഞ ആഴ്ച നടുതല്ലി വീണിട്ട് എൻ്റെ നട്ടലിന് ഭയങ്കര വേദനയായിരുന്നു. ഉടമ്പടി തൈലം ഞാൻ പുരട്ടുകയും ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് ചൂട് പിടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഒരാഗ്രഹമുള്ളായിരുന്നു, എനിക്ക് മുട്ടുകുത്തി നിന്ന് കൊന്തയെല്ലണമെന്ന് ആഗ്രഹം. ഞാൻ അതോർത്താണ് കരഞ്ഞത്. എൻ്റെ മാതാവ് എന്നെ മുട്ടുകുത്തി നിന്ന് കൊന്തയെല്ലാൻ അനുഗ്രഹിച്ചു. എൻ്റെ നടുവിൻ്റെ വേദന മാറ്റി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ച ഉപവാസം എടുത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയി ഹോസ്പിറ്റലുകളിലെ വാർഡുകളിൽ കൊടുക്കും. പിന്നെ അനാഥശാലകളിൽ ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ അന്നും ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയി കൊടുക്കും. പിന്നെ അനാഥശാലയിൽ അവർക്ക് അരി അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ചോറ് വെക്കാൻ എളുപ്പമുണ്ട്. കറി വെക്കാൻ സാധനങ്ങളില്ല. ഞാൻ കറികൾ 3 തരത്തിലുള്ളതൊക്കെ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് പോയി അവിടെ അനാഥശാലയിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ ആരെന്നോട് സഹായം ചോദിച്ചാലും ഒരു തരത്തിലുള്ള എന്നിൽ നിന്നുള്ള സഹായം ഒന്നും ഞാൻ മാറ്റി വയ്ക്കില്ല. എനിക്ക് സമയമില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. കൃപാസനത്തെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പത്രപ്രേക്ഷിത പ്രവർത്തനം നടത്തും. എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിലെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ കൃപാസനത്തിൽ നടന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ എല്ലാവരോടും വിശദീകരിച്ച് പറയാറുണ്ട്. പരിശുദ്ധ കൃപാസനം പ്രസാദപരമാതാവും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു.